ഞങ്ങളിപ്പോൾ ഇവിടെ ഒരാൾ കിടക്കണ കണ്ടിട്ട് ഇന്ന് ബിനോബാബു സാറുണ്ട്. ബിനോബ് സാറേ ഒരു ആയി പറഞ്ഞേക്ക്. കൺട്രോൾ റൂമിലെ ഡ്യൂട്ടിയുടെ തിരക്കിലാണ്. ഇന്ന് ഓഫാണോ? നൈറ്റ് കഴിഞ്ഞ് വന്നതാ. കണ്ട, അതാണ് ഒരു നല്ല മനസ്സ് ഈ കാര്യങ്ങളിലുണ്ട്. ബുദ്ധിമുട്ടുകളും രോഗവും വിഷമമൊക്കെ അനുഭവിച്ചവർ ഇവിടെ ഒരാളുണ്ട് സ്ഥിരമായിട്ട് ഇവിടെ കിടക്കണതാണ്. അപ്പോൾ ബിനോബ് സാറ് ഷർട്ടും പാൻറ്റും അല്ലേ ഇന്ന് കൊണ്ട് നിൽക്കണത്. അങ്ങനെയൊക്കെ ഉപകാരപ്പെടട്ടെ ആർക്കലേക്ക്. ചോറ് നമ്മൾ വെക്കണില്ല ഇവിടെ, വല്ല പട്ടിയ പൂച്ച എടുത്തുകൊണ്ട് പോയി എന്ത് ചെയ്യും. ഇന്ന് ആളെ ഇവിടെ കാണുന്നില്ല. രാമസ്വാമി എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ആളുടെ ബാഗും ഈ കുപ്പിയൊക്കെ കിടപ്പുണ്ട് പുതപ്പൊക്കെ. അപ്പോൾ അയാൾക്ക് ഡ്രസ്സ് കൊടുത്ത് ചോറ് വെക്കണില്ല, വല്ല പട്ടിയ പൂച്ച എടുത്തുകൊണ്ട് പോയാലും എന്ത് ചെയ്യാനാണ്. ഒരു നോത്തി നടക്കുന്ന ഒരു ലോട്ടറിക്കാരനുണ്ട്. നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ ഇതുപോലെ ഒറ്റപ്പെട്ട കുറച്ച് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ജീവിതങ്ങളാണ്. അപ്പോൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും അല്ലേ ഒരു പാക്കറ്റ് ഭക്ഷണം കൊടുക്കാം. ഇവിടെ ഒരാൾ കിടപ്പുണ്ട്. എന്താ കാക്കിക്കുള്ളിലെ കനിവിങ്കരങ്ങൾ. ഇന്ന് നേരം വെളുക്കണവരെ കാക്കിയിട്ട് ജോലി ചെയ്ത് ഇപ്പോൾ എൻ്റെ കൂടെ സഹായത്തിനെത്തി. ആ ചേട്ടന് ഇടാൻ പറ്റിയ പാൻറ്റും ഉടുപ്പും കൊണ്ടുവന്നിട്ടില്ലേ? ഉടുപ്പാണോ? കൊടുത്തോ. കൊടുത്തേക്ക്. കൊടുത്ത് കളയാതിരുന്നാൽ മതി, ഉപയോഗിക്കണം. എന്നാ പേരെന്താ? മണി. ഇവിടെ ഉണ്ടാവുമല്ലോ ഇടയ്ക്ക് അങ്ങ് വരൂടാ. ഇവിടെ രണ്ടുപേര് കിടപ്പുണ്ട്, അവർക്ക് കൊടുക്കണം. ഭാര്യയും ഭർത്താവ് കിടക്കണം. ഒരു വീട്ടുകാരാന്ന് തോന്നണം. പെങ്ങളുടെ പേരിൽ എഴുതി കൊടുത്തു. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വീടില്ലാതെ സാറിയില്ല. ദൈവം എന്തെങ്കിലും വഴി ആരെങ്കിലും കൊണ്ടുവന്ന് എത്തിക്കും കേട്ടോ. ഞങ്ങളിപ്പോൾ ഈ ചോറും പൊതിയും കൊണ്ട് വന്നില്ലേ, ഇത് പലരൊക്കെ കാണുന്നുണ്ടല്ലോ. ദൈവം ഒരു വഴി കാണിച്ചു തരും കേട്ടോ. ഓക്കെ. കുടുംബസ്വത്ത് അവർക്ക് കൊടുത്ത്. നിങ്ങൾ ആകെ ഒരാങ്ങളെയും പെങ്ങളും ആയിരുന്നോ? ഒരാങ്ങയും പെങ്ങളും ആയിരുന്നു. പെങ്ങൾക്ക് കൊടുത്ത് ഞങ്ങളിറങ്ങി. ചോറ് കാണിച്ചോ? അതേ ഇവിടെ കൊടു. ആ ചേട്ടനും കൊടു. പല പല ജീവിത കഥകളാണ് കേട്ടാ. പെങ്ങൾക്ക് വീട് എഴുതി കൊടുത്ത് ആങ്ങളെ വീടില്ലാതെ പെരുവഴിയിലോട്ട് ആങ്ങളെയും ഭാര്യയാണ് കിടക്കണം. ഇവിടെയൊക്കെ ഉണ്ട് ഇതുപോലെ. എന്ത് വലിയ അനുഗ്രഹമാണെന്നറിയാം. ഇതിന് തുല്യം വെക്കാനൊന്നുമില്ല. ഒരു ഭക്ഷണത്തിന് വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഒരു ഗുഹയുണ്ട്. ഇതേ ആ പാലത്തിൻ്റെ തുണിയൊക്കെ ഇട്ടേക്കണേണ്ട. അതിൻ്റെ അകത്തുണ്ട് രണ്ടുപേര്. മനുഷ്യർ ജീവിക്കാൻ വേണ്ടി പെടുന്ന പാടുകൾ ഓർത്ത് നോക്കിയത്. ഇതേ ഇതിൻ്റെ അടിയിൽ കൂടെ നോണ്ട് ഈ രണ്ട് പാലങ്ങൾക്കിടയിൽ ഇവിടെ മനുഷ്യർ ജീവിക്കണേ. വീട് വിട്ട് ഇറങ്ങിയതാ, ഇറങ്ങിക്കൊടുക്കേണ്ടി വന്നതാ. ഇപ്പം കേട്ട കഥ പോലെ. അതിന് മുമ്പ് ഇവിടെ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെ രണ്ടുപേർ. അവിടെ രണ്ടുപേര് ഇതാ ഇരിക്കണേ. ഒത്തിരി സങ്കട കഥകളാണ്. നമുക്ക് ഇത് വല്ലതും ശ്രദ്ധിക്കണ്ട. നമ്മളെന്തറിയണ് അല്ലേ? നമ്മൾ വിചാരിക്കുന്ന ജീവിതങ്ങളാ കഥകളല്ല. ഓരോ മനുഷ്യർ ജീവിക്കാൻ വേണ്ടി പെടുന്നത് എന്ത് പാടാണെന്നറിയാമോ? അതേ ഒരു പ്രായമുള്ള അമ്മച്ചി ഒരു ചേട്ടനുമാണ്. ഓക്കെ. ഇതാ അവിടെ ഷീറ്റൊക്കെ വലിച്ചു കെട്ടി അതിങ്ങ കിടക്കണേണ്. അവസ്ഥ ഓർത്ത് നോക്കി. വീട് വിട്ട് വീടൊന്നുമില്ല അല്ലേ? ഇതൊക്കെ കാണുമ്പോൾ ഓരോരുത്തരൊക്കെ അല്ല വീടുണ്ടായിരുന്ന വയറൊക്കെ ഓപ്പറേഷൻ ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കണേ. എൻ്റെ ദൈവമേ. അമ്മയും മോനുമാണ് അല്ലേ? നമ്മളിങ്ങനെ ഉള്ളപ്പോ ഇതുപോലെ ഭക്ഷണം അടക്കം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കാണണ്ടല്ലോ. വന്നത് അതെ. ഇതില് കയറി വന്ന് ശരി സാറില്ലെന്നേ. ദൈവം എല്ലാം കാണുന്നുണ്ട്. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും കേട്ടാ. അമ്മക്ക് എത്ര വയസ്സുണ്ട്? നല്ല പ്രായമുണ്ടല്ലോ. 72 വയസ്സുള്ള അമ്മയും 63 വയസ്സ് മകനും. 60-63 വയസ്സുണ്ടാവും അല്ലേ? ഓക്കെ. സാറില്ല. ഉള്ളപ്പോഴൊക്കെ വരാം. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ചേട്ടനെ ഓർപ്പിച്ച ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ. അതൊരു നന്മ. പറഞ്ഞു വിടണ്ട. വന്നിട്ടുണ്ടായി കേട്ടോ. ഓക്കെ. കഴിക്ക്. ഇത് കാണട്ടെ ആൾക്കാരൊക്കെ കാണുമ്പോൾ കേട്ടാ. ഇതൊക്കെ വരും കമൻസ് കേട്ടോ. ചോറുള്ളതുപോലെ കൊണ്ടുതന്നെയുണ്ട്. എന്തെങ്കിലും വഴി ഇതെല്ലാം ഒരു പൊതുശ്രദ്ധയിൽ പെടുമല്ലോ. അതാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശങ്ങൾ കേട്ടോ. അവരുടെ സങ്കടങ്ങൾ കേൾക്കണേണ് ഈ കാണുന്നത്. 1000 കഥകളാണ് ഓരോ ജീവിതത്തിനും. അലഞ്ഞു തിരിഞ്ഞ് ഇതിങ്ങൊക്കെ നടക്കണേ.
ഭക്ഷണം തരുന്നതൊക്കെ ഇവരെ കേൾക്കാൻ ആരെങ്കിലും തയ്യാറാകും. അവരുടെ കഥകളും വിഷമങ്ങളെല്ലാം നമ്മളോട് ഇങ്ങനെ പറയും. വേറൊരാൾ ഇന്നിപ്പോൾ ഇവിടെ ഇല്ല. അയാൾക്കും കൂടെ ഒരു ചോറ് തരുവാന്നും പറഞ്ഞിട്ട് ചോദിച്ചതാണ്. മനുഷ്യത്വം എന്നുള്ള ഒറ്റ കാരണം, വേറെ ഒന്നും വേണ്ട. ഒരു പൊതി ചോറ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ചിലപ്പോൾ അവർ പറയുന്ന കഥകളൊന്നും മുഴുവൻ നേരോ നിറവോ ഒന്നും ആയിരിക്കണമെന്നില്ല. വലിയ നീതിമാനാണെന്ന് വിളിക്കുന്ന ആളുകൾക്ക് പോലും, മനുഷ്യന് പോലും എന്തെല്ലാം കുറവുണ്ട്. അപ്പോൾ ഒരു പൊതി ചോറ് കൊടുക്കുന്നു. അത് സ്നേഹത്തോടെ സ്വീകരിക്കും. എന്ത് പറ്റിയതാണ്? സ്റ്റിച്ചിട്ടേക്കണല്ല, അത് നെറ്റിക്കൊക്കെ ഇത് കണ്ടില്ലേ, വീണതാ. ആക്സിഡന്റ്. ഓ, സ്റ്റിച്ചിട്ടിട്ട് വന്നിരിക്കണേ. പേരെന്താ? നാഗരാജ്. ശരി, ഇവിടെ വരുമ്പോൾ എളുപ്പം കാണാം കേട്ടോ. ഓക്കെ, ഞങ്ങളിപ്പോൾ എടപ്പള്ളി പള്ളിയുടെ പരിസരത്താണ്. അങ്ങോട്ടാണ് ചോറും പൊതിക്കൊണ്ട് പോണത്. അവിടെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ഇവിടെയും 2-3 പേരുണ്ടെന്ന് പറഞ്ഞു. നോക്കട്ടെ, ഉണ്ടെങ്കിൽ കൊടുക്കാം. ഞങ്ങൾ ഈ ഭക്ഷണം കൊണ്ട് പോണതിൻ്റെ ഇടയ്ക്ക് അടുത്തൊരു കാഴ്ച ഉണ്ട്. ഒരു മാരുതി ഒമിനി ഇവിടെ താഴ്ന്ന് കിടക്കണേ, മെട്രോൻ്റെ പണി കിടക്കണതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമ്മളൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ടിയപ്പോൾ മറ്റുള്ളവർ സഹായിച്ചിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളൊന്ന് പൊക്കി വിടാൻ വേണ്ടി ശ്രമിക്കണേ, അല്ലേ വിനോ സാർ? ഓക്കെ, പോയിക്കോട്ടെ. ചോറ് കൊടുക്കൽ മാത്രമല്ല, നമ്മുടെ കണ്ണിൽ ദൈവം കാണിച്ചു തന്നെ മനുഷ്യന് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്ത്. ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കേസാണ്, ആശുപത്രിയിൽ എത്തിക്കും. ഇപ്പോൾ ആ വണ്ടി താഴ്ന്നത് പൊക്കിയിട്ട് ഭയങ്കര സന്തോഷമായി, അല്ലേ? അവർ ഭയങ്കര വിഷമത്തിലായിരുന്നു. ക്രെയിൻ കൊണ്ടുവന്നാലും ആ ചെളി പൊതഞ്ഞ് കിടക്കണേ. എല്ലാവരും കൂടെ ഒത്തുപിടിച്ച് മനസ്സിൻ്റെ ആ ഒരു നന്മ കാത്തു സൂക്ഷിച്ചപ്പോൾ അവർ സന്തോഷത്തോടെ കയറിപ്പോയി. അപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് ചോറ് കൊടുക്കാൻ പോകണം. ഇനി ഒട്ടും സമയമില്ല.